ഇന്നത്തെ വീഡിയോൻ്റെ നിങ്ങൾ വിചാരിക്കും അത് നമ്മൾ ചെയ്തില്ല, നിങ്ങൾ വിചാരിക്കും എന്നെ ഇപ്പോൾ ഫുൾ ബോഡി നിങ്ങൾ കാണുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബോഡിയൊക്കെ സെറ്റായിട്ടായിരിക്കും ഒരു മാസം കഴിഞ്ഞ് വന്നതെന്ന്. പക്ഷേ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഫെയിലായി ഗൈസ്, ഹാവ് കം ബാക്ക് വേഴ്സ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ടോപ്പിക് ഇസ് ഹൗ നോട്ട് ടു ബി സാഡ് ഇഫ് യുവർ ട്രാൻസ്ഫോർമേഷൻ ഡസൻറ്റ് ഗോ ദ വേ യു പ്ലാൻഡ്. ആൻഡ് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ടെൽ യു വൈ മൈ ട്രാൻസ്ഫോർമേഷൻ ഫെയിൽഡ്, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വിൽ ഗോ ഫോർ എ ഡ്രൈവ് വിത്ത് മാളു. ആൻഡ് ദിസ് ഈസ് എ വീഡിയോ ടു ട്രെയിൻ മാളു ഓൺ ഹൗ ടു ഡ്രൈവ്. സോ ദിസ് ഈസ് എ 10-tip ഡ്രൈവിംഗ് മാനുവൽ വിത്ത് ഫെയിൽഡ് ട്രാൻസ്ഫോർമേഷൻ ജേർണി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട വണ്ടി ഓണാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓണാണ്. നൗ യു ആർ ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ, ബെൽറ്റ് ഇട്ടു, കണ്ണാടി വെച്ചു, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ. ഇനി പല്ലിൽ ലിപ്സ്റ്റിക്. ഓക്കെ, സോ വി ആർ ഫിസിക്കലി റെഡി. അപ്പോൾ ടിപ്പ് നമ്പർ 1 ഇസ് നിങ്ങൾ കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ അല്ലാതെ ഓടിക്കരുത്. ഇപ്പോൾ തന്നെ കുറേ നാളായി മാളു കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല, പക്ഷെ ഇപ്പോൾ മാളു റെഡിയായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കംഫർട്ടബിൾ ആണോ, ഐ ലൈനിൽ കാണാൻ പറ്റുന്നുണ്ടോ, പൊക്കോ ഇല്ലെങ്കിൽ കൂട്ടി വയ്ക്കുക, കുറച്ച് വയ്ക്കുക, കാലിൽ നീളമുണ്ടോ, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കംഫർട്ട് ടിപ്സാണ്. അടുത്തത് മനസ്സിലാക്കേണ്ടത് മാനുവൽ വണ്ടിയാണോ ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളതാണ്. കാരണം മാനുവൽ വണ്ടിയാണെങ്കിൽ കൈ എവിടെ വയ്ക്കണം? ഗിയർ. പക്ഷെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൈ എവിടെ വയ്ക്കണം? തൊട. ഗുഡ്, അനു നോസ്. അപ്പോൾ 2 കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഓടിക്കാമെങ്കിൽ തൊടയിൽ വെക്കേണ്ട, സ്റ്റിയറിംഗിൽ വെക്കാം. പക്ഷെ ഡു നോട്ട് കീപ് യുവർ ഹാൻഡ് ഓൺ ദ ഗിയർ. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്റ്റെപ്സ് ആദ്യം ചെയ്യാണ്ട്. വണ്ടി ഓണാക്കി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹാൻഡ് ബ്രേക്ക് താഴ്ത്തണം. അപ്പോൾ വലത് അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 2 ആയിട്ട് നമുക്ക് പറയേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനുവൽ ഓടിച്ച് വളർന്ന ആളാണ്. മാനുവൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ 2 കാലും ഉപയോഗിക്കണം, ഓട്ടോമാറ്റിക്കിന് 2 കാലും ഉപയോഗിക്കണ്ട. അപ്പോൾ ഇടത് കാല് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആക്കുക, ഇടത് കൈ പോലെ. സോ യുവർ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി നീഡ് നോട്ട് വർക്ക് എക്സെപ്റ്റ് യുവർ ഐസ്. ലെഫ്റ്റ് ഐ ഹാസ് ടു വർക്ക്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കാലിപ്പോൾ എവിടെ ഇരിക്കുന്നു? ബ്രേക്കിൽ അമർത്തിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിക്കോ. പതുക്കെ ഇതേത് ഗിയറിലോട്ടിടും? പാർക്കിംഗ് നിന്ന് ഡ്രൈവിലോട്ട് ഇട്ടു. അപ്പോൾ പതുക്കെ എന്ത് ചെയ്യുക? ബ്രേക്കിൽ നിന്ന് കാല് പൊക്കുക. ശ്രദ്ധിക്കണം, ടിപ്പ് നമ്പർ 3, നിങ്ങൾ നിർത്തിയിരിക്കുന്നത് ഒരു സ്ലോപ്പിലാണെന്നുണ്ടെങ്കിൽ കാല് ബ്രേക്ക് നിർത്താൽ പുറകോട്ട് പോകും. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ടു ആക്സിലറേറ്റർ. പക്ഷേ ഇപ്പോൾ അത് ചെയ്യണ്ട, കാരണം നമ്മൾ സ്ലോപ്പിലല്ല. ഓക്കെ, അപ്പോൾ പതുക്കെ എന്ത് ചെയ്യുക? ബ്രേക്കിൽ നിന്ന് കാല് ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യുക? 4ാമത്തെ ടിപ്പ്, പാർക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റർ ഇട്ടു, ഇതിൽ വഴി പുറകോട്ട് വണ്ടി വരുന്നുണ്ടോ നോക്കുക. വണ്ടി എടുത്തു. ഓക്കെ, പതുക്കെ മൂവ്മെന്റ് തുടങ്ങും. അപ്പോൾ അവർക്കൊരു പ്രിപ്പറേഷൻ ആവുമല്ലോ, നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നൊരു തോന്നൽ വരും അവർക്ക്. കാർ വരുന്നുണ്ടോ? പതുക്കെ. ഓക്കെ, ഗുഡ്, വൗ, ഈസി. അപ്പോൾ തുടക്കക്കാരെ ഞാൻ പഠിപ്പിക്കാറില്ല, മാളു ഒരു തുടക്കക്കാരി അല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ റോഡിൽ ഒരു പ്രസൻസ് സ്ഥാപിക്കണം. നമ്മൾ പഠിക്കുന്ന ആൾക്കാരല്ല, എൽബോർഡ് ഉണ്ട് വണ്ടിക്ക്, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ഫീൽ നമ്മൾ റോഡിലുള്ള ആൾക്കാർ കൊടുക്കരുത്. കുറച്ച് സ്പീഡ് കൂട്ടിക്കോ, ഒരു കാല്. ഇപ്പം തന്നെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയില്ല എന്ന് മാത്രമല്ല, വഷളായി, വെയിറ്റ് കൂടി 70 ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് മാത്രമല്ല, ഇതൊരു ഓണസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോയും ഓണസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെ ഇവിടെ നടന്നു എന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞൊരു 2 മാസമായിട്ട് നിങ്ങൾ ലാസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഞാൻ ഫുൾ പവറിൽ എനർജിയിൽ നന്നാവാൻ നിൽക്കുമായിരുന്നു. പക്ഷെ ജീവിതം വന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നടന്നു. പക്ഷെ അതിലൊന്നും തളരാൻ പാടില്ല. ബമ്പ് ലൈഫിൽ വരുന്ന ബംസിനെ നമ്മൾ ഗ്രേസ്ഫുള്ളി ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വന്നിട്ടുള്ള ബമ്പുകൾ കുറേ ഉള്ളതുകൊണ്ട് ഞാനത് എഴുതിയിട്ടു. ആദ്യം എനിക്ക് സംഭവിച്ചത്, നിങ്ങൾ അന്ന് ഇപ്പോൾ വീഡിയോയിൽ വെക്കുന്നുണ്ടാവും താഴെ, എന്തോ ഭാഗത്തിന് അത് വീഡിയോ എടുത്തു, മാളു ബമ്പ്. ഞാൻ നിങ്ങളന്ന് ബോഡി കോമ്പസിഷനൊക്കെ എടുത്തപ്പോൾ എന്ത് ചെയ്തു? സൈഡിലൊരു 80 കിലോൻ്റെ ബാർബെല്ലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനു പറഞ്ഞു, അത് പൊക്കാൻ പറ്റുമോ നിനക്ക്? അപ്പം ഞാൻ എന്ത് ചെയ്തു? ഗ്രേസ്ഫുള്ളി പോയി, മാളു വണ്ടി വരുന്നുണ്ട് പുറകിൽ ട്രൈങ് ടു ഓവർടേക്ക്. അപ്പോൾ ഒരു വണ്ടി, അടുത്ത ടിപ്പ്, മിററിലൂടെ ഒരു വണ്ടി ഇങ്ങനെ തള്ളി വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അവർക്ക് വെപ്രാളം കാരണമാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കുക. ഇഫ് ദേ ആർ ഹോങ്കിങ് അ ലോട്ട്, ദെൻ ഡോണ്ട് ലെറ്റ് ദം പാസ്.
ജസ്റ്റ് അനോയ് ദ ഫക്ക് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതുപോലെ ഞാനൊരു അപ്പോൾ ബാർബിൽ കണ്ടു. ഞാൻ അപ്പുറത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വാമപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യാതെ കയറിപ്പോയി അതങ്ങ് പൊക്കി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്രൈസിസ് പോയിന്റ്. പിന്നീട് എന്ത് സംഭവിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് എന്നാലും നടുവേനൊക്കെ പതുക്കെ തുടങ്ങി. പക്ഷേ ഞാൻ നടുവേനെ മൈൻഡ് ചെയ്തില്ല, അത് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോയ സമയത്താണ് നിങ്ങൾക്കെല്ലാം പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, എൻ്റെ ബ്രദറിനൊരു ചെറിയൊരു മുഴ കണ്ടുപിടിച്ചു. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ഇറ്റ് ഇൻ എ വെരി സെൻസിറ്റീവ് മാനർ. അപ്പോൾ നമ്മളൊരു കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഹി ഗോട്ട് ഡയഗ്നോസ്ഡ് വിത്ത് ഹോട്ട്സ്കിൻ ലിംഫോമ. ക്യാൻസറുകളിൽ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്യാൻസർ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. പ്രോഗ്നോസിസ് അതാണ്. ഹീ ഈസ് ഓക്കെ നൗ. ചോദിച്ചവർക്കെല്ലാം നന്ദി. 3 കീമോ സെഷൻസ് കഴിഞ്ഞു, ഓക്കെ ആണ്. ഹി ഹാസ് ബിൻ റൈറ്റിംഗ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എ ലോട്ട് ഓൺ ഹിസ് സോഷ്യൽ മീഡിയ. ഹിന്ദുവിലൊക്കെ ആർട്ടിക്കിളൊക്കെ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് പോയി വായിക്കാം. ലിങ്ക് ഞാൻ കൊടുക്കാം, ലിങ്ക് ഇൻ ബയോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഡിസംബർ ആയപ്പോഴേക്കും ഫുൾ വീട്ടിലെല്ലാവർക്കും പാരനോയായി, ടെൻഷനായി, സ്ട്രെസ്സായി. സൂര്യ ഓക്കെ. അപ്പോൾ ആകെ മൊത്തം നമ്മളൊരു പാനിക് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഒരു എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതായിരുന്നില്ല. കാരണം ഐ ഹാവ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ കൊച്ചി, ട്രിവാൻഡ്രം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ, ആദ്യത്തെ ബയോപ്സി ഡിൻ കം ഔട്ട് റൈറ്റ്. അപ്പോൾ പിന്നെ ബയോപ്സി എടുത്തു. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാളു സൂപ്പറായിട്ട് ഓടിക്കുന്നു. ഞാൻ മറന്നുപോയി ടിപ്സിനെ പറ്റി. അപ്പോൾ ഒരു ടിപ്പ് അതാകണ്ടോ, അങ്ങേര് ഹോൺ അടിച്ചു, സ്കൂട്ടർ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നിർത്തേണ്ടി വന്നു. അത് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലല്ലോ അവരോട്. ഞാൻ അലറിയ പറഞ്ഞില്ല എല്ലാവരും. ഓക്കെ, അടുത്ത ഒരു ടിപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും ജീവിതത്തിലും അതെ കാറിലും അതെ. അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഞാൻ നോക്കി തരാം. അപ്പം നമുക്ക് വേറെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട്സ്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. പൊതുവേ ബ്ലൈൻഡ് സ്പോട്ട്സ് പറയുന്നത് ഈ 2 സാധനങ്ങൾ നിൽക്കുന്നിടത്താണ്. അതിന് സൊല്യൂഷൻ എനിക്കറിയില്ല, പക്ഷേ അപ്പോൾ ഒന്ന് എത്തി നോക്കുക എന്നുള്ളതാണ്. അത് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും വളവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ട്സ് നമ്മളെ പിടിക്കുന്നത്. ആക്സിലേറ്റർ ഗുഡ്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട്സ് വരുമ്പോൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക, സ്ലോലി പോവുക എന്നുള്ളതാണ്. ആ ബ്ലൈൻഡ് സ്പോട്ട്സ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ട്രസ്റ്റ് പീപ്പിൾ അറൗണ്ട് യു ടു സപ്പോർട്ട് യു ത്രൂ ദ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ സോ അത് വന്നു. അതിപ്പോൾ ഡിസംബർ മുഴുവൻ അതായിരുന്നു. പക്ഷേ പാരലലി വെൻ ദിസ് വാസ് ഹാപ്പനിങ്, എൻ്റെ അച്ഛൻ്റെ അമ്മ വാസ് ഓൾസോ സ്ട്രഗിളിങ്, ബാറ്റിലിങ് ക്യാൻസറിൻ്റെ കുറച്ച് ഫൈനൽ സ്റ്റേജസ്. അങ്ങനെ ഷീ ഹാഡ് എ സ്ട്രോക്ക്. പിന്നെ ഷീ പാസ്ഡ് ലാസ്റ്റ് വീക്ക്. ആൻഡ് ലൈക്ക് ഇറ്റ് അപ്പോൾ ത്രൂ ഔട്ട് ഓൾ ദിസ് മൈ ബാക്ക് പെയിൻ ഹാസ് ബിൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, വിച്ച് ഐ റിയലി കുഡൻറ്റ് പ്രയോറിറ്റൈസ്. കാരണം ഐ അസ്യൂംഡ് ഇറ്റ്സ് ഒരു ഫിസിക്കൽ പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഐ ലെറ്റ് ഇറ്റ് പാസ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ലൈക്ക് ഐ ഡിസൈഡ് ടു ലൈക്ക് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഐ ഡിഡ് സം ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഐ ഫൗണ്ട് ഔട്ട് ഐ ഹാഡ് സംതിങ് കോൾഡ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു UTI ഇങ്ങനെ വന്ന് സിവിയർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ഓഫ് ദ പെൽവിക് അതാണ്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ട്. മരുന്ന് കുറഞ്ഞു. പതുക്കെ പോകാൻ പറഞ്ഞു കുട്ടു. അപ്പോൾ ഒരു ടിപ്പ് അടുത്ത പറയാം. പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് പാട്ട് കേൾക്കാം. പക്ഷേ ദ വോളിയം ഓഫ് ദ മ്യൂസിക് ഷുഡ് നെവർ എക്സീഡ് ഔട്ട്സൈഡ് വോളിയം. അതായത് പുറകിൽ ഹോൺ അടിക്കുന്നത് കേൾക്കാൻ പറ്റണം. അതാണ് പ്രയോറിറ്റി. പല കാറിലും ഇങ്ങനത്തെ ഒരു മെഷീനുണ്ട്, അവിടെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാതെ നോക്കുക. 1 സെക്കൻഡ് മതി റോഡിൽ നിന്ന് കണ്ണെടുത്താൽ ജീവൻ അപകടത്തിലാവാൻ. അപ്പോൾ ആ ഒരു പല ആൾക്കാർ ഓവർ സ്പീഡ് ചെയ്യുന്നവർ, ലൈക്ക് യു ആർ നോട്ട് സേവിങ് എനിത്തിങ് ബൈ ആക്സിലറേറ്റിംഗ്. കുറച്ച് സമയം അതെന്താ ഇത് മറ്റേ അങ്ങനെ വീഡിയോ പോലെ ആയിപ്പോയി. എന്താ H വെച്ച് തുടങ്ങുന്നവൻ്റെ ഹരിഹി എന്താ ഹരീഷ് ഹാഷിറെ നിങ്ങൾ അപ്പോൾ ഇറ്റ്സ് നോട്ട് റിയലി വർത്ത് സ്പീഡിങ്. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ കൊതിയില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ആലോചിക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നിങ്ങളോടൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ജീവിതവും ആരോഗ്യം ഒരു ഗ്രാഫാണ് എന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ വിചാരിച്ചു എൻ്റെ മുകളിലോട്ടുള്ള യാത്ര തുടങ്ങിയെന്ന്. പക്ഷെ കുറച്ചുകൂടെ താഴോട്ട് പോകേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും പോകാം നമുക്ക്. അപ്പോൾ
ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ലൈക്ക് ഇന്ന് തുടങ്ങിയ ഞാൻ പറഞ്ഞു അന്ന് ഞാനൊരു 90 days വെച്ചിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അവസ്ഥ എന്തായാലും. അപ്പോൾ ഡേറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ 2-3 മാസത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചു. ഞാൻ ക്വാളിറ്റി ടൈം, മൈൻഡ്ഫുൾനെസ്, ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം ഐ വാസ് ഏബിൾ ടു ബി ഹോം വിത്ത് മൈ ഫാമിലി, സ്പെൻഡ് ടൈം വിത്ത് ദം, ടീച്ച് മാളു ഡ്രൈവിങ്, അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങപ്പോൾ ഓടിക്കുന്ന ആൾ ഡിസ്റ്റർബ് ചെയ്യരുത്. കുഴപ്പമില്ല, ഞാൻ ശരിയാക്കും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ എൻ്റെ ആരോഗ്യത്തിനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവരുടെ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ബേൺ ഔട്ട് വരാതെ എൻ്റെ കാര്യവും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ലൈക്ക് ഇഫ് യു നീഡ് ടു ബി ദെയർ ഫോർ സംബഡി എൽസ്, ഇഫ് യു നീഡ് ടു ഷോ അപ്പ് ഫോർ സംബഡി എൽസ് ഇൻ യുവർ ബെസ്റ്റ് വേർഷൻ, യു നീഡ് ടു like take care of yourself. It's something that you're doing not just for yourself but also for the ones that you love. അപ്പോൾ പക്ഷേ മൂവിങ് ഫോർവേഡ് ഹോപ്പ്ഫുള്ളി ഇനിയും ഡൗട്ട്സ് ഉണ്ടായാലും ലൈക്ക് we'll do whatever we can to prioritize what matters. അപ്പോൾ ഇനി മൂവിങ് ഫോർവേഡ് എക്സസൈസ് ചെയ്യാൻ പതുക്കെ റീസ്റ്റാർട്ട് ചെയ്യും. ഐ മൈറ്റ് നീഡ് സം റീഹാബ്, ബട്ട് വീൽ ഡു വാട്ട് വി ക്യാൻ, ലൈക്ക് ഡയറ്റിലായിക്കോട്ടെ, സ്ലീപ്പിലായിക്കോട്ടെ, മെൻ്റൽ ഹെൽത്തിലായിക്കോട്ടെ, ന്യൂട്രീഷനിലായിക്കോട്ടെ, ഹോം എൻവയറമെൻറ്റിലായിക്കോട്ടെ, ഇതിൻ്റെ അകത്തെല്ലാം നമുക്കിനി വർക്ക് ചെയ്യാം. സോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നാലേ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് നമുക്ക് ആരോഗ്യം നന്നാക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കരുത് ഗൈസ്. അതാണ് നമുക്ക് ഏറ്റവും ടോക്സിക്. ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മുന്നിലൊരു ബുഫേ ഉണ്ട്, എന്നാൽ പിന്നെ ഡയറ്റ് നാളെ തുടങ്ങാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് പകരം ഇപ്പോൾ നമുക്ക് റൈറ്റിലോട്ടാണ് എടുക്കേണ്ടത്, മാളു ലെഫ്റ്റിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത്, അതൊരു തെറ്റാണ്. പക്ഷേ മാളുവിന് നേരത്തെ അറിഞ്ഞില്ല, കൂട്ട് ലെഫ്റ്റ് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാളു ലെഫ്റ്റ് വന്ന് നിന്നത്. ഓക്കെ, അപ്പോൾ ട്രാഫിക് സിഗ്നൽ ഫോളോ ചെയ്യണം. ഓറഞ്ച് ആകുമ്പോഴേക്കും ചാടി കയറി അങ്ങോട്ട് പോകരുത്. ഇത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഈ വര സീബ്ര പാത്ത് ഉണ്ടെങ്കിൽ, ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തരുത്. അതെന്തിനാണ് അവിടെ സീബ്ര ക്രോസിംഗ്? ആൾക്കാർക്ക് നടക്കാനാണ്. പല രാജ്യങ്ങളിലും സീബ്ര ക്രോസിംഗിൽ ആരെങ്കിലും ഒരാളെ കണ്ട് അങ്ങനെ അതിൻ്റെ അകത്ത് കാല് കുത്തിയാൽ, വണ്ടി പോയാൽ ഭയങ്കര ഫൈനാന്നൊക്കെ ആരോ പറഞ്ഞു. ഡ്രൈവിങ്ങിൽ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ടിപ്സ്. എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണം. കാരണം നമുക്കൊരു എവിടെ വേണേൽ എത്താനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. പക്ഷെ ഒരു വണ്ടിയും വേണ്ടി വരും. ഡ്രൈവിംഗ് പഠിച്ചു വണ്ടിയില്ല, അപ്പോൾ പിന്നെ മുഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് ക്യാബ് ഡ്രൈവർ ആവാമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഹെൽത്ത് ജേണിയിൽ ഞാൻ ഇനി എൻ്റെ കയ്യിൽ ബുഫേനെ പറ്റിയായിരുന്നല്ലോ പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ ഒരു ബുഫേ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് എനിക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റൂല എന്നുള്ളത്. പക്ഷേ ആ ബുഫേയിലും ഉള്ളതിൽ വെച്ച് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം എന്നുള്ളത്. അപ്പോൾ അതേ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിതത്തിലും ചെയ്യുന്നു. പറ്റുന്ന അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഐ വിൽ ടീച്ച് യു ഇമ്പോർട്ടൻസ് ഓഫ് കാലറി കൗണ്ടിങ്, ഹൗ ടു ഈറ്റ്, ഹൗ ടു മേക്ക് എ മീൽ വെൽ. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ ഞാനൊന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മാളും പറയോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് വിഷ് മീ ലക്ക് മൈ ഡ്രൈവിംഗ് ജേർണി. അപ്പോൾ ജീവിതം ഇതുപോലത്തെ ഒരു യാത്രയാണ്.